നമസ്തേ ബച്ചോ. ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. വാചകങ്ങൾ എഴുതുമ്പോൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില പ്രയോഗങ്ങളെയാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇന്ന് കർ, വാല ഇവ ചേർത്തുള്ള പ്രയോഗം നോക്കാം. ആദ്യത്തേത് കർ. ഒരു പ്രവൃത്തി ചെയ്തിട്ട് എന്ന് സൂചിപ്പിക്കുന്നതിനാണ് കർ എന്ന പ്രയോഗം. നമുക്കിത് ഒരു ഉദാഹരണത്തിൽ കൂടി മനസ്സിലാക്കാം. നഹാക്കർ കുളിച്ചിട്ട്, ഖാന ഖാക്കർ ഭക്ഷണം കഴിച്ചിട്ട്, പഠിക്കർ പഠിച്ചിട്ട്, സോക്കർ ഉറങ്ങിയിട്ട്. ലഡ്ക ഖാന ഖാക്കർ ആയ ആൺകുട്ടി ഭക്ഷണം കഴിച്ചിട്ട് വന്നു. രാജു പാനി പീക്കർ ഗയ രാജു വെള്ളം കുടിച്ചിട്ട് പോയി. അടുത്തത് വാല എന്ന് ചേർത്തുള്ള പ്രയോഗം. ഇത് ഉടമസ്ഥാവകാശത്തെ സൂചിപ്പിക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. ദൂധ് വാല പാൽക്കാരൻ, മിഠായി വാല മധുരപലഹാര കച്ചവടക്കാരൻ, അഖ്ബാർ വാല പത്രക്കാരൻ, സൈക്കിൾ വാല സൈക്കിൾകാരൻ. അഖ്ബാർ വാല സബേരെ ആത്താ ഹെ പത്രക്കാരൻ രാവിലെ വരുന്നു. ദൂധ് വാല ദൂധ് ദേത്താ ഹെ പാൽക്കാരൻ പാൽ തരുന്നു. സഡക് സെ ഏക് സൈക്കിൾ വാല ജാത്താ ഹെ റോഡിൽ കൂടി ഒരു സൈക്കിൾക്കാരൻ പോകുന്നു. കൂട്ടുകാരെ, നമുക്കിനി എപ്പോഴും ആവശ്യം വരുന്ന ഒരു പ്രയോഗം പരിചയപ്പെട്ടാലോ? ചാഹിയെ, അർത്ഥം വേണം. നമുക്ക് എന്തെങ്കിലും വേണം എന്ന് പറയാനാണ് ഈ വാക്ക് ഉപയോഗിക്കുക. ഉദാഹരണം നോക്കൂ. മുച്ച്കോ പാനി ചാഹിയെ, എനിക്ക് വെള്ളം വേണം. നോക്കൂ, ചാഹിയെ വരുമ്പോൾ കർത്താവിനോടുകൂടി കോപ്രത്യയം ചേർക്കണം. മുച്ച്കോ പാനി ചാഹിയെ. സതീഷ് കോ ഫൽ ചാഹിയെ, സതീഷിന് പഴം വേണം. മറ്റൊരു ഉദാഹരണം നോക്കൂ. ഹംകോ ദേശ് സേവ കർണി ചാഹിയെ, നാം രാജ്യസേവനം നടത്തണം. വ്യത്യസ്തതയുള്ള ഒരു ഉദാഹരണം നോക്കൂ. ഹംകോ ഹിന്ദി പഠനി ചാഹിയെ. ഇവിടെ ഹം എന്നതിനോട് കോപ്രത്യയം ചേർന്നതുകൊണ്ട് ഹിന്ദിക്കനുസരിച്ച് ക്രിയ മാറി. ഹിന്ദി സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് ഹിന്ദി പഠനി ചാഹിയെ. രാമു കോ മേരി ബാത് മാനിനി ചാഹിയെ, രാമു ഞാൻ പറയുന്നത് അനുസരിക്കണം. ഇവിടെയും ബാത്ത് എന്നുള്ള സ്ത്രീലിംഗമായതുകൊണ്ട് മാനിനി എന്ന് വന്നു. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പരിചയപ്പെട്ട പ്രയോഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതുപയോഗിച്ച് കൂടുതൽ വാചകങ്ങൾ എഴുതി പഠിക്കണം. ഇവയെല്ലാം തന്നെ ക്ലാസ്സുകളിൽ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടവയാണ്. ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.